ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളാണല്ലോ നാം പഠിച്ചു വരുന്നത്. പാരായണ നിയമങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് നിങ്ങളുടെ കൈവശമുള്ളത്. വളരെ വ്യക്തമായി കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവസാനമായി കഴിഞ്ഞ എപ്പിസോഡിൽ ദീർഘങ്ങളെക്കുറിച്ചാണ് നാം വിവരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹ ഉദ്ദമീറിനെ കുറിച്ചാണ് പഠിക്കുവാനുള്ളത്. ഹ ഉദ്ദമീർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ദമീറിൻ്റെ ഹ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, മലയാളത്തിൽ പറഞ്ഞാൽ പ്രഥമ പുരുഷ സർവനാമം മുദക്കർ ഗായിബിൻ്റെ ദമീർ, ഇതാണ് ഹ ഉദ്ദമീർ കൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പദത്തിൻ്റെ അന്ത്യത്തിലായി ചേർന്ന് വരുന്ന ഹ. ഇതിന് അസ്ലിൽ ദമ്മായിരിക്കും. അടിസ്ഥാനമായി അതിന് ദമ്മാണ് ഹറക്കത്തുണ്ടാവുക. എന്നാൽ കസ്റും ചില സന്ദർഭത്തിൽ വരും, അസ്ലിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട്. അത് തൊട്ടു മുമ്പിൽ യാओ കസ്റോ ആണെങ്കിൽ, സുക്കൂനുള്ള യാओ അല്ലെങ്കിൽ കസ്റോ ആണ് ഹായിന് മുമ്പിൽ എങ്കിൽ അവിടെ മാത്രം കസ്ർ നൽകപ്പെടും. ഇപ്രകാരം അടിസ്ഥാന അക്ഷരമല്ലാത്തതും മുദക്കർ ഗായിബിലേക്ക് സൂചന നൽകിക്കൊണ്ട് പ്രയോഗിക്കപ്പെടുന്നതുമായ ഹ ഉദ്ദമീർ, ഏതുപോലെ ബിഹി, ലഹു, മിൻഹു, അലൈഹി, യുഹാവിറുഹു എന്നൊക്കെ ഇസ്മിലും ഫിഅലിലും ഹർഫിലും അത് കാണപ്പെടുന്നതാണ്. ഈ ഹാഇനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാം. സൂചിപ്പിച്ചു, ഇതിൻ്റെ അടിസ്ഥാന ഹറക്കത്ത് ദമ്മാണ്. അത് മാറി ചിലപ്പോൾ കസ്ർ വരും എന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ഈ അടിസ്ഥാന നിയമം തൊട്ടു മുമ്പിൽ സുക്കൂനുള്ള യാ ഉണ്ടെങ്കിൽ അലൈഹി, ഫീഹി പോലെ അതിന് കസ്റുണ്ടാകും. തൊട്ടു മുമ്പിലുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ ബിഹി എന്നതുപോലെ ഹാഇന് കസ്ർ നൽകും. ഇതിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആനിൽ ഹഫ്സ് റഹിമഹുല്ലാഹുവിൻ്റെ റിവായത്ത് പ്രകാരം രണ്ട് സ്ഥലങ്ങളിൽ നാം പാരായണം ചെയ്യുന്നത് ഇപ്രകാരമാണ്. സൂറത്തുൽ കഹ്ഫ് 63-ൽ വമാ അൻസാനീഹു ഇല്ല ശൈത്താനു അൻ അദ്കുറഹ്. അവിടെ റിവായത്തു ഹഫ്സ് പ്രകാരം അൻസാനീഹു എന്ന് പാരായണം ചെയ്യണം. മറ്റു പല റിവായത്തുകളിലും അൻസാനീഹി എന്നുണ്ട്. എന്നാൽ നമ്മുടെ റിവായത്ത് പ്രകാരം അൻസാനീഹു എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അതേപോലെ സൂറത്തുൽ ഫത്ഹ് 10-ൽ വമൻ ഔഫാ ബിമാ ആഹദ അലൈഹുല്ലാഹ ഫസയുഅ്തീഹി അജ്റൻ അളീമ. അലൈഹുല്ലാഹ എന്ന് ദമ്മ് കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നു. അലൈഹില്ലാഹ എന്ന് മറ്റു പല ഖിറാഅത്തുകളിലും വന്നിട്ടുണ്ട്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ രണ്ട് സ്ഥലങ്ങളിൽ നാം പറഞ്ഞ നിയമത്തിനെതിരായിക്കൊണ്ട് അൻസാനീഹു, അലൈഹു എന്നിങ്ങനെ പാരായണം ചെയ്യണം. ഇസ്മിലും ഫിഅലിലും ഹർഫിലും വരുമെന്ന് നാം സൂചിപ്പിച്ചു. അങ്ങനെ മൂന്നും ഒരേ വചനത്തിലായി വന്ന ഒരു വചനമാണ് സൂറത്തുൽ അൽ കഹഫ് 37-ൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു അകഫർത്. അല്ലേ? അവിടെ ലഹു എന്ന് ഹർഫിന് ശേഷവും ഹർഫിലേക്കും ഹ ഉദ്ദമീർ ചേർക്കപ്പെട്ടിരിക്കുന്നു. സാഹിബുഹു എന്ന് ഇസ്മിൽ ഹ ഉദ്ദമീറുണ്ട്. യുഹാവിറുഹു എന്ന് ഫിഅലിലും വന്നിട്ടുണ്ട്. ഇതിനുള്ള ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്ത വചനങ്ങൾ. പുസ്തകത്തിൽ നമുക്ക് കാണാം. ആ വചനങ്ങളിൽ വന്നിട്ടുള്ള ഏതാനും പദങ്ങൾ, അതിലുള്ള ഹ ഒരിക്കലും ദമീറിൻ്റെ ഹ ആയി പരിഗണിക്കരുത്. അത് അസ്ലിയായ ഹ ആണ്. പദത്തിൽ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന അടിസ്ഥാന അക്ഷരങ്ങളിൽപ്പെട്ട ഹ ആണ്. ഏതാണ്? യന്തഹി, വജുഹു, നഫ്ഖഹു തുടങ്ങിയ ഇതുപോലുള്ള ഹായികൾക്ക് നാം ഈ പറയുന്ന നിയമങ്ങളൊന്നും ബാധകമല്ല. ഇനി പറയാൻ പോകുന്ന നിയമങ്ങൾ
ഒന്നാമതായി സൂറത്തു ഹൂദിലെ 91-ാമത്തെ വചനമാണത്. قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا. നഫ്ഖഹു എന്ന പദം അത് ഫഖുഹ യഫ്ഖഹു എന്ന് അല്ലെങ്കിൽ ഫഖിഹ യഫ്ഖഹു എന്ന് അതിൻ്റെ അടിസ്ഥാനാക്ഷരമായി ഉള്ള ഹർഫാകുന്നു. അതേപോലെ اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. സൂറത്ത് യൂസുഫ് 9-ലാണ് വജ്ഹു അബീക്കും. അത് വജ്ഹു എന്ന പദത്തിലുള്ള അടിസ്ഥാനാക്ഷരമായ ആണ്. സൂറത്തുൽ അലഖ് 15-ൽ كلا لئن لم ينته لنسفعا بالناصية. യൻതഹി എന്നത് ഇൻതഹ യൻതഹി എന്നതിലുള്ള അടിസ്ഥാനാക്ഷരമാണ്. എന്നാൽ എന്താണ് ഹാ ഉദ്ദമീറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട നിയമങ്ങൾ? 4 അവസ്ഥകളാണ് ഹാ ഉദ്ദമീറിനുള്ളത്. ഒന്നാമതായി 2 ഹറക്കത്തുകൾക്കിടയിലായി ഹാ വരിക. ഹറക്കത്ത് ഹാ ഹറക്കത്ത് ഇങ്ങനെ വരിക. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഹാഇന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള തബീഇയായ ദീർഘം നൽകി ഉച്ചരിക്കേണ്ടത്. ഇത് നാം അടിസ്ഥാനമായി മനസ്സിലാക്കി വെക്കുക. ഹാഇന് ضമ്മാണെങ്കിൽ വാവ് നൽകിക്കൊണ്ട് ദീർഘിപ്പിക്കുക. ഹാഇന് കസ്റാണെങ്കിൽ യാ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഏതുപോലെ യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ഇവിടെ ബിഹി എന്ന് ഹാഇന് ശേഷം യാ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുന്നു. ഈ ദീർഘത്തിൻ്റെ പേരാണ് മദ്ദുസ്സിലത്തി സുഗ്റ. മദ്ദുസ്സിലത്തി സുഗ്റ. സില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാ ഉദ്ദമീറാകുന്നു. ഇന്നഹു കാന തവ്വാബ. ഇന്നഹു എന്ന് ഹാ ഉദ്ദമീറിന് ശേഷം വാവ് നൽകി അല്പം ദീർഘിപ്പിക്കുന്നു. മദ്ദുസ്സിലത്തി സുഗ്റ. എന്നാൽ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന 3 പദങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒന്ന് സൂറത്തു ഷുആറ 36-ലും സൂറത്തുൽ അറാഫ് 111-ലും ആവർത്തിച്ച് വന്ന അർജിഹ് എന്ന പദം. قالوا أرجه وأخاه وأرسل في المدائن حاشرين. ഇത് വചനം ആവർത്തിക്കുന്നു ചെറിയ വ്യത്യാസത്തോടെ. സൂറത്തു ഷുആറയിൽ قالوا أرجه وأخاه وابعث في المدائن حاشرين. മൂന്നാമത്തെ പദം സൂറത്തു നംലിലെ ഫഅൽഖിഹ് എന്ന പദമാണ്. ഇതിനോട് ചേർക്കപ്പെടുന്നു. ഇദ്ഹബ് ബികിതാബി ഹാദാ ഫഅൽഖിഹ് ഇലൈഹിം. സൂറത്തു നംൽ 28-ലാണ് ഈ പദമുള്ളത്. ഇനി മൂന്നാമതായി മറ്റൊരു പദം. അവിടെ ഹാ ഉദ്ദമീറിന് ദമ്മുണ്ട്, പക്ഷേ അവിടെ ദീർഘിപ്പിക്കുകയില്ല. സൂറത്തു സുമർ 7-ലെ വഇൻ തഷ്കുറൂ യർദഹു ലക്കും. ഇവിടെ മാത്രം ദീർഘം നൽകാതെയാണ് ഹാ ഉദ്ദമീറിനെ ഉച്ചരിക്കേണ്ടത്. ഈ കാര്യം സാന്ദർഭികമായി നാം ഓർക്കുക. ഇനി ഹാ ഉദ്ദമീറിൻ്റെ 2ാമത്തെ അവസ്ഥ സുക്കൂനുകൾക്കിടയിലായി വരിക. നാം പറഞ്ഞു ഹറക്കത്തുകൾക്കിടയിൽ വരുമ്പോൾ മാത്രമാണ് ഹായിനെ ദീർഘിപ്പിക്കുക എന്ന്. സുക്കൂനുകൾക്കിടയിൽ വരുമ്പോൾ ദീർഘമുണ്ടാവുകയില്ല. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. സുക്കൂന് ഹാ സുക്കൂന് ഇതാണ് അവസ്ഥ. ഫീഹി യാഇന് സുക്കൂനുണ്ട് ദീർഘാക്ഷരം. അൽ ഖുർആൻ എന്ന ഹായിന് ശേഷമുള്ള ലാമിനും സുക്കൂനുണ്ട്. ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മർയം. മിൻഹു ഇസ്മുഹു. മിൻഹു നൂനിന് സുക്കൂൻ, പിന്നെ ഹാ ഇസ്മുഹു എന്നതിലെ സീനിനും സുക്കൂൻ. സൂറത്ത് ആലി ഇമ്രാൻ 45-ലാണ് ഇപ്രകാരം സുക്കൂനുകൾക്കിടയിൽ വരാം. മൂന്നാമത്തെ ഹാഇൻ്റെ അവസ്ഥ ഹറക്കത്തിന് ശേഷം ഹാ പിന്നെ സുക്കൂൻ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
ബിയദിഹിൽ മുൽക്കു. ഹാഇൻ്റെ തൊട്ടു മുമ്പിൽ ഹറക്കത്തുണ്ട്, പക്ഷേ ഹാഇന് ശേഷം അൽ എന്ന ലാമിൻ്റെ സുക്കൂനുണ്ട്. ഇവിടെയും ഹാഇന് ദീർഘമില്ല. നാലാമത്തെ അവസ്ഥ, ഹാഇന് തൊട്ടു മുമ്പിൽ സുക്കൂൻ അഥവാ സുക്കൂനിന് ശേഷം ഹാ പിന്നെ ഹറക്കത്ത് എന്നതാണ്. ഏതുപോലെ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇവിടെ ഹാഇനെ ദീർഘിപ്പിക്കുകയില്ല. നാം പറഞ്ഞു ഒന്നാമത്തെ അവസ്ഥയിൽ മാത്രം ഹറക്കത്ത് ഹറക്കത്ത്, അവിടെ മാത്രമാണ് ദീർഘം. മറ്റൊരു ഉദാഹരണം ഖുദൂഹു ഫഗുല്ലൂഹ്, സുക്കൂന് ഹാ പിന്നെ ഹറക്കത്ത്, ദീർഘമില്ല എന്നർത്ഥം. എന്നാൽ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒറ്റ വചനം സൂറത്തുൽ ഫുർഖാൻ 69, ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം അവിടെ ഹാഇന് ദീർഘം നൽകണം, പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. ഇവിടെ ഫീഹി മുഹാന എന്ന് ദീർഘം നൽകിക്കൊണ്ട് പാരായണം ചെയ്യണം. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അവസാനമായി നാം പറയുകയുണ്ടായി, രണ്ട് ഹറക്കത്തുകൾക്കിടയിൽ വരുമ്പോഴാണ് ഹാഇനെ ദീർഘിപ്പിക്കുക. ഹറക്കത്ത് ഹാ പിന്നെ ഹറക്കത്ത്, പിന്നീട് വരുന്ന ഈ ഹറക്കത്ത് നൽകപ്പെടുന്ന അക്ഷരം ഹംസത്തുൽ ഖത്അ ആണെങ്കിൽ, ഹംസയാണെങ്കിൽ അവിടെ മദ് മുൻഫസിലിൻ്റെ വിധിയും നൽകപ്പെടും. ഈ ദീർഘത്തിൻ്റെ പേര് മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നായിരിക്കുമെന്നർത്ഥം. മദ്ദുസ്സിലത്തിൽ കുബ്ര നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ് മദ് മുൻഫസിലിൻ്റെ വിധി അനുസരിച്ച്. ഏതാണ് ഉദാഹരണം? വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, സൂറത്തു തഗാബുൻ 15. അതുപോലെ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനം 110ാമത്തെ വചനം. ഇപ്രകാരം ഹാ ദമീറിന് ശേഷം ഹംസ വരുമ്പോൾ മുൻഫസിലിൻ്റെ വിധി അനുസരിച്ച് ദീർഘിപ്പിക്കേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.